സാർ, ഈ ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പറയുന്നത്. അതായത് ബലൂച് ലിബറേഷൻ ആർമി അടക്കം അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് അടിയറവ് പറയേണ്ടി വന്നു എന്നാണ് ഖോജ ആസിഫ് അടക്കം പറയുന്നത്. ബലൂജികൾ പാകിസ്ഥാനികളെ മുഴുവൻ തീർത്തോ? ബലൂജികൾ പാകിസ്ഥാനെ മുഴുവൻ തീർത്തില്ല, പടയാളികളെ മുഴുവൻ തീർത്തു, പാകവരുത്തി. കാരണം സർവ്വ ആയുധ സന്നാഹമായി ഫീൽഡ് മാർഷൽ അസിഫ് മുനീറിൻ്റെ നേതൃത്വത്തിൽ വന്ന പട്ടാളക്കാർക്ക് അവരൊരു ബിഗ് സല്യൂട്ട് കൊടുത്തു. അവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. എങ്ങനെയെന്നറിയോ? അവരുടെ പോരാളികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ അവിടെ ഉപയോഗിച്ചത് ഏറ്റവും ആധുനികമായിട്ടുള്ള നൈട്രജൻ ഉപകരണങ്ങൾ വരെ അവർ ഉപയോഗിച്ചുകൊണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊരു പിടിയില്ല. ഒരു രാജ്യവും അവരെ സഹായിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇന്ത്യ സഹായിക്കുന്നില്ലെന്ന് ഇന്ത്യ തന്നെ പറഞ്ഞു. ഇങ്ങനെയുള്ള സംഗതികളുമായിട്ട് നേരിട്ടു റൈഫിൾസ്, പാകിസ്ഥാൻ പട്ടാളത്തിന് നേരിടാൻ കഴിയാത്ത അത്തരം റൈഫിൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങ് പെരുമാറി കൊടുത്തിട്ട് പാകിസ്ഥാനിൽ ഇതുവരെ സംഭവിക്കാത്തതുപോലെ, ഇന്ത്യൻ ആക്രമണത്തിൽ പോലും സംഭവിക്കാത്തതുപോലെ 80 പട്ടാളക്കാരെയാണ് അവർ ഒറ്റ മണിക്കൂറിനാകുമ്പോൾ വരുത്തിയത്. ഞെട്ടിപ്പോയി പാകിസ്ഥാൻ, കിടിലമായി പോയി. എന്നിട്ടിപ്പോൾ വൻ പരാജയമാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയതെന്ന് പരസ്യമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അവിടുത്തെ ഈ ആറ്റോമിക് ബോംബിൻ്റെ ബട്ടൺ അമർത്താൻ അധികാരമുള്ള ഒരേ ഒരാൾ അസീം മുനീർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ തോറ്റുപോയി, തോറ്റമ്പിപ്പോയി എന്ന് പറഞ്ഞിരിക്കുക പരസ്യമായിട്ട്. അമേരിക്കയുടെ ചങ്ങാതിയായ ഡൊണാൾഡ് ട്രംപിൻ്റെ ചങ്ങാതിയായിട്ടുള്ള ഇദ്ദേഹം, സൗദി അറേബ്യയുമായിട്ട് സമഗ്രമായ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഇദ്ദേഹം, സൗദി അറേബ്യ അനങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുക. സൗദി അറേബ്യ എന്തെങ്കിലും സഹായമായിട്ട് പാകിസ്ഥാന് ചെല്ലുവാണെങ്കിൽ അനങ്ങിപ്പോകരുതെന്ന് പറയാൻ വേണ്ടി ചെന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള സൂത്രവിദ്യകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്, അതുമായിട്ട് പോയിരിക്കുക. അപ്പം സൗദി അനങ്ങത്തില്ല, പാകിസ്ഥാൻ നിലവിളിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. തോറ്റുവെന്ന് പരസ്യമായിട്ട് ആ രാജ്യം സമ്മതിക്കുന്നത് ഇപ്പോഴാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ പോലും ഞങ്ങളാണ് ജയിച്ചത്, ഞങ്ങൾ 4 റഫാൽ വിമാനം തടഞ്ഞിട്ടു, അവ കത്തിച്ചിട്ടു, ചാമ്പലാക്കി എന്നൊക്കെ അല്ലേ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ തോറ്റു എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമെന്ന്. പക്ഷേ തോറ്റു എന്ന് സമ്മതിച്ചാലും ഇപ്പം പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞങ്ങൾ തോറ്റു ശരിയാണ്, പക്ഷേ ഞങ്ങൾ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിക്കും. പണ്ട് ബംഗ്ലാദേശിൽ 1971 അവിടുത്തെ ആൾക്കാരുടെ വിമോചന പോരാട്ടത്തിൽ ഉപയോഗിച്ച ബ്രൂട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിലാണ് പാക് പട്ടാളം അവിടെ പെരുമാറിയത്. അതായത് അവിടുത്തെ സകലമാന മനുഷ്യരെയും വെടിവെച്ച് കൊന്നു, നിരപരാധികളെ, നിരായുധരെ മുഴുവൻ വെടിവെച്ച് കൊന്നു. അവരുടെ സ്ത്രീകളെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യും. അതിലുണ്ടായ കുട്ടികളാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവിടെ വിദ്വേഷ പ്രചാരണം നടത്തുകയും അവരെ നാട് കടത്തുകയും അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. കാരണം എന്താണ്? പാക് രക്തമാണ്, പാക് പട്ടാളക്കാരുടെ രക്തമാണ് അവർ. ആരാണ്? ആ തലമുറയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയുടെ ബഹുമാനമില്ല. അതുപോലെ തന്നെ മുജിബുർ റഹ്മാൻ്റെ പ്രതിമ അവർ തകർത്തു. ആ കൂറില്ലാത്ത ഒരു തലമുറയാണ് അവിടെ വന്നിരിക്കുന്നത്. ആ പാകിസ്ഥാനിലെ പട്ടാളക്കാരുടെ കുട്ടികളാണ് എന്ന് പറയുന്നത് പോലെ ബലൂചിസ്ഥാനിൽ ആക്രമണം നടത്താൻ ചെന്ന പട്ടാളക്കാരെയാണ് ഇപ്പോൾ ഇവർ കൊന്നിരിക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ അതിശക്തമായിട്ട് ദി എൻറ്റയർ ഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അസീം മുനീർ പറഞ്ഞിരിക്കുന്നത്, ദി എൻറ്റയർ ഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ വിൽ ഓപ്പറേറ്റ് ഇൻ ബലൂചിസ്ഥാൻ. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, ഇതാണ് പറ്റിയ പരുവം. ഇന്ത്യക്ക് ആക്രമിച്ച് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, അത് പിടിച്ചടക്കാൻ പറ്റിയ അവസരമാണ്. കാരണം അവിടുത്തെ പട്ടാളം, അവിടെ കാവലിരിക്കുന്ന എല്ലാ പട്ടാളങ്ങളും കൂടി ഇപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് അടിയന്തരമായിട്ട് പോകേണ്ട ഘട്ടം വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായി കഴിയും, മറ്റൊരു രാജ്യമായിട്ട് വരും. അഫ്ഗാനിസ്ഥാൻ പോലെ മറ്റൊരു പാരയായിട്ട് വരും. ഈ ബലൂചിസ്ഥാൻ നമ്മൾ ഓർക്കേണ്ട കാര്യം പാകിസ്ഥാൻ്റെ ഏതാണ്ട് 2/3 വരുന്ന ഒരു ഭാഗമാണ്. ചെറിയ കാര്യമല്ലത്. ബാക്കി ഇനി പാകിസ്ഥാൻ 1/3 ഉണ്ടാവൂ, ബാക്കിസ്ഥാനാവൂ. ഇതിൻ്റെ കൂടെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ചേർന്ന് കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അഫ്ഗാനിസ്ഥാൻ കടുത്ത ശത്രുതയിലാണ് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട്. കൂടാതെ അതിനോട് ചേർന്ന് കിടക്കുന്ന തെഹരീക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം, അതും പാകിസ്ഥാനെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ തെഹരീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടന. താലിബാൻ്റെ ജനങ്ങൾ അവിടെയുണ്ട്. അതുകൂടാതെ അഫ്ഗാനിസ്ഥാൻ്റെ 1.5 കോടി ജനങ്ങൾ
അവിടെ അധിവസിക്കുന്നുണ്ട്. അവർക്ക് കൂറ് പാകിസ്ഥാനോടല്ല, അഫ്ഗാനിസ്ഥാനോടാണ്. അങ്ങനെ ആകപ്പാടെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. കൂടാതെ ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പാക് പട്ടാളത്തിൻ്റെ ഒരു വിഭാഗത്തിനെ അങ്ങോട്ട് അയച്ചിരിക്കുക. ഇനി മറ്റൊരു വിഭാഗത്തിനെ സൗദി അറേബ്യയിലേക്ക് അയക്കണം. അതിനൊന്നും പറ്റാത്ത കയ്യും കാലും കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇപ്പം നമ്മുടെ പട്ടാളക്കാർ നേരെ മാർച്ച് ചെയ്താൽ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ നമ്മുടെ കയ്യിലിരിക്കും. ഇനി വേറൊരു തന്ത്രപ്രധാനമായ സാഹചര്യം കൂടെ ഉണ്ട്. അതായത് ചൈന ഈ ബലൂചിസ്ഥാനിൽ നിന്ന് വൻതോതിൽ അപൂർവ ധാതുക്കൾ, അപൂർവ ലോഹങ്ങൾ കുഴിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാന് ഇതിനുള്ള പൈസയൊന്നുമില്ല, ഇതിൻ്റെ ടെക്നോളജിക്ക് വേണ്ട പൈസയൊന്നുമില്ല. ആ കൊണ്ടുപോയിരിക്കുന്ന ചൈനക്കാരെ മുഴുവൻ ഈ ബലൂചിസ്ഥാനിലെ ധീരരായ പോരാളികൾ അവിടുന്ന് പറഞ്ഞയക്കും. കാരണം ചൈന ഞങ്ങളുടെ രാജ്യത്തെ ചൂഷണം ചെയ്യുകയാണ്, ഇത് ഞങ്ങളുടെ സമ്പത്താണ്, ആ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ ബലൂചിസ്ഥാൻ പോരാളികൾ പറയുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന 2 സംഘടനകളുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂച്ച് വിമോചന സേന. അതാണിപ്പോൾ ശക്തമായിട്ട് പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്നത്. അവർ ചൈനക്കാർക്കും തിരിച്ചടി കൊടുക്കുന്നുണ്ട്. പല ചൈനക്കാരെയും അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊന്ന് കൂട്ടുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് അവിടെ സ്ഥാനമില്ല, ഇത് ഞങ്ങളുടെ രാജ്യമാണ്. പാകിസ്ഥാനുമായിട്ടുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന് ഞങ്ങളുടെ രാജ്യത്ത് ഒരു കരാർ കൊടുക്കാൻ അവകാശമില്ല. ഇത് ഞങ്ങളുടെ മാത്രം രാജ്യമാണ്, സ്വതന്ത്ര രാജ്യമാണ്, ഞങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്. അവിടെ ഗവൺമെൻറ് ഏർപ്പെടുത്തി കഴിഞ്ഞു. അത്രമാത്രം വളരെ വല്ലാത്തൊരു ഘട്ടത്തിൽ. സാധാരണഗതിയിൽ പട്ടാള മേധാവികളാരും പരാജയം സമ്മതിക്കാറില്ല. അപ്പോൾ ഇതൊരു കനത്ത പരാജയമായതുകൊണ്ടാണ് അസീം മുനീറിന് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നത്. അമേരിക്ക അനങ്ങുന്നതേ ഇല്ല. സാധാരണഗതിയിൽ ഇങ്ങനെ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അത് അടിച്ചമർത്താൻ വേണ്ടി അമേരിക്കയുടെ പടക്കപ്പൽ വന്ന് ഇറങ്ങും. അമേരിക്ക മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഏടാകൂടത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നും കിട്ടാനില്ലെന്നുള്ളത് അവർക്കറിയാം. കാരണം ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ചൈനയുമായിട്ടൊരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് അനന്തമായിട്ട് അങ്ങ് നീളുകയുള്ളൂ. ആർക്കും വിജയവും പരാജയവും ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? ലോകത്തിലെ 1ാമത്തെയും 2ാമത്തെയും വൻ ശക്തികളാണ്. അതുകൊണ്ടാണ് ചൈനയുമായിട്ട് സൗമ്യമായിട്ട് അങ്ങ് പോകാൻ വേണ്ടി. ഈ റയർ എർത്ത്സ് ഇപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടുന്നത് എവിടുന്നാ? പാകിസ്ഥാനിൽ നിന്നല്ല, ചൈനയിൽ നിന്ന് കൊടുക്കുക. അതിൻ്റെ സപ്ലൈ പോയി കഴിഞ്ഞാൽ അമേരിക്ക തീർന്നു, ടിം എന്നും പറഞ്ഞ് തീർന്നു. കാരണം ഇപ്പോഴുള്ള എല്ലാ വ്യവസായങ്ങൾക്കും ഇലക്ട്രിക് വെഹിക്കിൾസിനും എല്ലാം ഈ റെയർ എർത്ത്സിൻ്റെ ആവശ്യമുണ്ട്. സെമി കണ്ടക്ടർ എന്ന് പറയുന്നതാണ് ലോകത്തിൻ്റെ പുതിയ ചാലകശക്തി. അത് കിട്ടണമെങ്കിലും ചൈനയിൽ നിന്നുള്ള ഈ ധാതു സമ്പത്ത് അവർക്ക് വേണം. അവർ കരാറിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ചൈന അമേരിക്കയെ മുട്ടുമടക്കിച്ചത്. ഇന്ത്യയെപ്പോലെ ഇത്രയും ശതമാനം ജപ്തി ചൈനയ്ക്കും ഏർപ്പെടുത്തിയതാണ്. ചൈന എന്ത് ചെയ്തു? അവിടെ നിന്നുള്ള റെയർ എർത്ത്സിൻ്റെ കടത്തങ്ങ് നിർത്തി. അമേരിക്ക വെട്ടിലായി. അതോടുകൂടി അമേരിക്ക വഴങ്ങി. അവിടെ ജപ്തി നേരത്തെ തന്നെ കുറച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ചൈനയെ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല, പാകിസ്ഥാനെ സഹായിക്കാനും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ പാകിസ്ഥാൻ പെട്ടു. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് ഇന്ത്യയെ കണ്ണീര് കുടിപ്പിച്ചു കൊണ്ടുപോയ പാകിസ്ഥാൻ ഇപ്പം ടുക്കടയായി 3 കഷ്ണങ്ങളായിട്ട് മാറിയിരിക്കും. അതായത് ബലൂജികൾക്ക് മുന്നിൽ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞു തോറ്റു തുന്നമ്പാടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.